ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ. കോംബോ ആയിട്ട് നമ്മൾ ജമന്തി കൊടുക്കുന്നത്. അപ്പം ഇതിനകത്ത് കൊറിയർ ചാർജും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കോംബോ സെറ്റ് ചെയ്തിരിക്കുന്നത്. 6 കളറ് ജമന്തിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ റേറ്റും കാര്യങ്ങളും എല്ലാം അറിയാം. പിന്നെ ഏതൊക്കെ വെറൈറ്റി ഉണ്ട് ജമന്തിൻ്റെ കളറ് ഏതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ ഈ ഒരു കോംബോയിലെ ഫസ്റ്റ് കളർ വെറൈറ്റി ഇതാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ഇത് എങ്ങനെ സക്സസ് ആയിട്ട് വളർത്തിയെടുക്കാം എന്നുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് എങ്ങനെ നടുന്ന നിങ്ങളുടെ കയ്യിൽ ഈ ഒരു പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളിത് ആദ്യം എങ്ങനെ നടണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ കോംബോയിലെ രണ്ടാമത്തെ വെറൈറ്റി ഇതാണ് കേട്ടോ. മണ്ണും മണലും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഈ ഒരു പ്ലാന്റ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പുതിയ പുതിയ തൈകളും ഒക്കെ ഉണ്ടായി വരുന്നുണ്ട്. നമുക്കിതൊരു റിപ്പോർട്ട് ചെയ്താലും നല്ലോണം എന്താ പറയുക തൈകളൊക്കെ വേഗം ഉണ്ടായി വരും കേട്ടോ. അപ്പം നമ്മൾ ഈ പൂ ഉണങ്ങുന്ന ടൈമിൽ പൂ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. പലരും പറയുന്നുണ്ട് പൂ ഉണങ്ങി പോകുമ്പോൾ അതേപോലെ ചെടി ഉണങ്ങി പോകുന്നത് നമ്മൾ ചകിരിച്ചോറിൽ നട്ട് വളർത്തുന്ന ചെടികളാണെന്ന് തോന്നുന്നു കൂടുതൽ അങ്ങനെ ആവുന്നത് കേട്ടോ. കാരണം നമ്മൾ പിന്നീട് മണ്ണിലേക്ക് നടുമ്പോൾ പെട്ടെന്ന് അത് സെറ്റായി കിട്ടുന്നില്ല. പക്ഷേ ഇതങ്ങനെയല്ല, ഓൾറെഡി മണ്ണിലാണല്ലോ നട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റ് പിടിച്ച് കിട്ടാൻ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. ഈ ഒരു കോംബോയിലെ മൂന്നാമത്തെ വെറൈറ്റി ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് കൊറിയർ ചാർജും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ 250 രൂപ പറയുന്നത് കേട്ടോ. കോംബോയ്ക്ക് 250 രൂപയെന്ന് തമ്മിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ കൊറിയർ ചാർജും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നിങ്ങൾ പിന്നെ കൊറിയർ ചാർജ് എക്സ്ട്രാ തരേണ്ടതില്ല. പിന്നെ നമ്മളിതിൽ 6 പ്ലാന്റ് ആണ് കേട്ടോ ഉൾപ്പെടുത്തുന്നത് 250 രൂപയ്ക്ക്. ഈ കോംബോയിലെ നാലാമത്തെ കളർ വെറൈറ്റി ഇതാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റ് ആണേ. പിന്നെ നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് DTDC വഴിയാണ്. ഇനി തിങ്കളാഴ്ചയാണ് കേട്ടോ പ്ലാന്റ്സ് അയക്കുക. പിന്നെ കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് സ്ഥലം എവിടെയാണെന്നുള്ളത്. സ്ഥലം വയനാട് അമ്പലവയലിലാണ്. പിന്നെ നമ്മൾ DTDC വഴി പ്ലാന്റ് അയക്കുമ്പോൾ മിനിമം 3 ഡേയ്സ് എടുക്കും പ്ലാന്റ്സ് കൈ കിട്ടാൻ കേട്ടോ. അപ്പോൾ തിരുവനന്തപുരം വരെയുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3ാമത്തെ ദിവസം നിങ്ങളുടെ കയ്യിൽ കിട്ടുള്ളൂ. മലപ്പുറം കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ 2ാമത്തെ ദിവസം കിട്ടും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ അടുത്തൊരു വെറൈറ്റി ഇതാണ് കേട്ടോ. 5ാമത്തെ വെറൈറ്റി ഈ ഒരു കളറാണ്. 2 കളർ വരുന്നുണ്ട്. നല്ലൊരു ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് കാണാൻ. ഇനി നിങ്ങൾക്ക് ഈ ഒരു കോംബോ ഇഷ്ടപ്പെട്ടു, പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഇനി അടുത്തൊരു വെറൈറ്റി ഒരു യെല്ലോ കളറാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ച അതേ പ്ലാന്റ്സ് തന്നെയാണ്, അതേ കളർ വെറൈറ്റി തന്നെയായിരിക്കും നമ്മൾ അയച്ചു തരിക കേട്ടോ. ഇത് കൂടാതെ വൈറ്റ് ജമന്തി ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് എക്സ്ട്രാ ഏതെങ്കിലും ജമന്തികളും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യപ്പെടാം. നമ്മൾ ഫോട്ടോസ് ഇട്ട് തരുന്ന കേട്ടോ. ഇപ്പം ഞാൻ ഈ ഒരു 6 മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ വൈറ്റ് അതുപോലെ ഒരു ചന്ദന കളറ് ആ ഒരു കളറ് ജമന്തിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നടുന്നത് എങ്ങനെയാണെന്നൊക്കെ നോക്കാം. കണ്ടോ, ഈ ഒരു പ്ലാന്റിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടായി വരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ വേരിൽ നിന്ന് ഞാൻ പറയുന്ന രീതിയിൽ പോട്ടി മിക്സ് ആക്കി നിങ്ങൾ നടുവാന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറേ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങൾക്ക്. മണലും മണ്ണും അതേപോലെ ചാണകപ്പൊടിയും കുറച്ച് മതി. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു ചെറിയ ചട്ടിയിൽ നട്ടു കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ വീണ്ടും റിപ്പോർട്ട് ചെയ്യുമല്ലോ, അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ചാണകപ്പൊടിയും ചകിരിച്ചോറൊക്കെ കൂട്ടി നട്ടോ. ഇപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ നട്ടാൽ മതി ഈ കിട്ടുന്ന പ്ലാന്റ്സ് കേട്ടോ. പകുതിയോളം മണലും എടുക്കുക, അതുപോലെ അതേ അളവിൽ തന്നെ മണ്ണും എടുക്കുക. പിന്നെ ചാണകപ്പൊടി ഒരു കുറച്ച് ഇട്ടും കൊടുക്കുക കേട്ടോ. അത്രയും മതി. നിങ്ങളുടെ മണ്ണിൽ ഈ ഒരു പ്ലാന്റ് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇനി ചാണകപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഒന്ന് നട്ട് വെച്ച് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കഴിഞ്ഞത് വളർന്നു വരുന്നു എന്ന് കാണുമ്പോൾ നിങ്ങൾ പിന്നെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് ഞാൻ പറഞ്ഞ പോലെ റിപ്പോർട്ട് ചെയ്താൽ മതി ഒന്നും കൂടി. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ അങ്ങ് നട്ടു കൊടുക്കാം. അപ്പോൾ നമ്മൾ തൈ എടുത്തിട്ട് പിന്നെ അങ്ങ് നട്ടു കൊടുക്കാണ്ട്. ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞി തൈ ഉണ്ടായി വരുന്നത് ഇതാണ് കേട്ടോ. അത് അപ്പോൾ ഞാൻ നിങ്ങളെയൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് പറിച്ചെടുത്ത് കാണിച്ചു തരാം. ഈ ഒരു പ്ലാന്റിനകത്ത് തന്നെ ഉള്ളതാണ് കേട്ടോ. ഇതിൻ്റെ വേരിൽ നിന്ന് പൊട്ടി വന്ന പുതിയൊരു തൈയാണത്. നിങ്ങൾക്ക് കിട്ടണ പ്ലാന്റിൽ എല്ലാത്തിലും ഇതുപോലെ കുഞ്ഞു തൈകളുണ്ടെന്നല്ല കേട്ടോ ഞാൻ പറയണത്. ചിലപ്പം പ്ലാന്റ് കൈ കിട്ടുമ്പോൾ കുഞ്ഞു തൈ ഇല്ലല്ലോ അങ്ങനെ വിചാരിക്കരുത്. ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. ചെരിയിൽ നിന്ന് ഇതുപോലെ കുഞ്ഞു തൈകൾ പൊട്ടി വരുന്നുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ പ്ലാൻസ് വേണ്ട ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. കുറേ പേര് മെസ്സേജിന് പകരം കോൾ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ കോൾ ചെയ്യേണ്ട, മെസ്സേജ് അയച്ചാൽ മതി. അതാണ് കുറച്ചും കൂടി എളുപ്പം. കോൾ ചെയ്യുന്ന സമയത്ത് എടുക്കുമ്പോൾ കുറേ നേരം സംസാരിക്കും. പിന്നെ പാക്കിങ്ങിൻ്റെ തിരക്കൊക്കെ ആകുമ്പോൾ എടുക്കുമല്ലോ. അപ്പോൾ ചിലർക്കൊക്കെ ദേഷ്യം വരുന്നുണ്ട് എന്തുകൊണ്ടാണ് കോൾ എടുക്കാത്തതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമുക്ക് ടൈം ഉള്ളപ്പോൾ നോക്കാമല്ലോ. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.